ബോധ്യമായിട്ടുണ്ട്. ഇനിയും അദ്ദേഹം ബാക്കി പറയുകയാണ്, വഹാബികളുമായി ഐക്യത്തിന് പോകാത്തതിന്റെ പേരിൽ മഹാൻ ചീത്തവിളി കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ട് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് തിരിയാൻ ഇനിയും സമയം വൈകിക്കൂടാ. അതെ, ശരി എവിടെയാണ് തെറ്റെവിടെയാണ് എന്നറിയാൻ ലളിതമായൊരു വഴി ഞാൻ പറഞ്ഞുതരാം. സമസ്ത പിളരുന്നതിന്റെ മുമ്പ് സമസ്ത ഒന്നിച്ചു നടത്തിയ 60ാം വാർഷിക സുവനീറിൽ പിളരുന്നത് വരെയുള്ള സമസ്തയുടെ നയവും നിലപാടും പച്ചമലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിലുണ്ട് മുജാഹിദുമായി ഐക്യവേദി ശരീഅത്ത് സംരക്ഷണത്തിന് പാടുണ്ടോ ഇല്ലേ എന്ന് പച്ചയായി ആ പുസ്തകത്തിലുണ്ട്. അതിന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെന്നില്ല, അതിന് നിങ്ങൾ കിതാബ് പഠിക്കണമെന്നില്ല. സമസ്തയുടെ യഥാർത്ഥ നിലപാട് പിളരുന്നതിന്റെ മുമ്പ് നടന്ന 60ാം വാർഷിക സമ്മേളനത്തിന്റെ സുവനീറിൽ കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അന്ത്യനാളിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടെ കരുതലോടുകൂടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരമുള്ള വിഭാഗീയതകൾ മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട നേരത്ത് കൂടെ നിൽക്കാതിരിക്കുന്നത് നിഫാഖാണ്. അതെ, ഈ ഉമ്മത്തൊരു പ്രതിസന്ധി നേരിടുമ്പോ ആ സമയത്ത് ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കാതെ മാറി നിൽക്കുന്നത് നിഫാഖാണ് എന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശരീഅത്ത് വിവാദം വന്നപ്പോ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ഒരു ശരീഅത്ത് സമ്മേളനം വിളിച്ചു. ആ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിലേക്ക് ബഹുമാനനായ നജീബ് മുസ്ലിയാരുടെ മഹാനായ നജീബ് മൗലവിയുടെ പ്രസ്ഥാനത്തെ ക്ഷണിച്ചു, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ ക്ഷണിച്ചു, സിംസാർ ലഖൂദവിയുടെ സമസ്തയെയും ക്ഷണിച്ചു. എന്തുകൊണ്ട് സുഹൃത്തെ താങ്കളുടെ സംഘടന വന്നില്ല? മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടണമെന്ന് താങ്കൾ പറയുന്നത് ആത്മാർത്ഥമാണോ? ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, തെറി പറയുന്നില്ല, ഞാൻ അപമാനിക്കുന്നില്ല. നിങ്ങൾ തെരുവുകളിൽ മതപ്രഭാഷണമെന്ന പേരിൽ ഞങ്ങളൊക്കൊരു തെറി പ്രഭാഷകരും നിങ്ങളൊക്കൊരു ശുദ്ധ പ്രഭാഷകരുമാണെന്ന അഭിനയമാണ് നിങ്ങൾ നടത്താറുള്ളത്. വിനയത്തോട് ചോദിക്കട്ടെ, കാന്തപുരത്തിന്റെ പേരിൽ നിഫാഖ് ആരോപിക്കുമ്പോ, ആയിരക്കണക്കായ കാന്തപുരത്തിന്റെ അനുയായികൾക്കെതിരിൽ നിഫാഖ് ആരോപിക്കുമ്പോ നിങ്ങൾ ഇത് ആത്മാർത്ഥമായി പറയുകയാണോ? എങ്കിൽ കാന്തപുരം ഉസ്താദ് ശരീഅത്ത് സംരക്ഷണത്തിന്റെ പേരിൽ എറണാകുളത്ത് വിളിച്ചു ചേർക്കപ്പെട്ട സുന്നി സംഘടനകളുടെ സമ്മേളനത്തില് നജീബ് മൗലവിയുടെ സംഘടന വന്നു, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടന വന്നു. എന്തുകൊണ്ട് താങ്കളുടെ സംഘടന വന്നില്ല? മുജാഹിദുകളെക്കാളും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെക്കാളും ഖാദിയാനികളെക്കാളും ചേകന്നൂരുകളെക്കാളും യാ ഇബാദല്ലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട എന്താണ് കാന്തപുരം സുന്നികളുടെ കയ്യില് ആശയപരമായി വിശ്വാസപരമായി ഉള്ളത് എന്ന് വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ്. അമ്പാട് നിങ്ങൾ എവിടെയെങ്കിലും മൈക്ക് കെട്ടുന്നുണ്ടെങ്കിൽ ഉമ്മത്തിന്റെ ഈ സംശയം തീർത്തു കൊടുക്കാൻ മാന്യമായി ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം നിങ്ങൾ കാന്തപുരത്തിനെതിരെ ഉന്നയിച്ചത് കേവലം ആരോപണമല്ല, നിഫാഖാണ്. നിഫാഖ് മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്, നിഫാഖ് നരകത്തിന്റെ അടിത്തട്ടിൽ ആപതിക്കുന്നതാണ്. ഇത്ര ഗുരുതരമായ ഒരു ആരോപണം മതത്തിന്റെ പേരിൽ മതവേദികളിൽ ദാസ്യപ്പൊരുത്തമുള്ള സംഘടനകൾക്കെതിരെ നിങ്ങൾ പറയുമ്പോ പടച്ചവനെ നിങ്ങൾ പേടിക്കേണ്ടതില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ സംഘടനകളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, സംഘടനകളുടെ ന്യൂനതകൾ ഞങ്ങൾ പറയുന്നില്ല. ആശയപ്പൊരുത്തമുള്ള ഒരു സംഘടനയും ഞങ്ങളെ വിമർശിക്കാതെ ഞങ്ങൾ വിമർശിക്കൂല. അതുകൊണ്ട് സംഘടനാ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്.